ഇവിടെ ഉദ്ദിഷ്ടകാര്യ പൂജ പറഞ്ഞിട്ട് നമ്മൾ കാര്യസിദ്ധി പൂജ ചെയ്യാറുണ്ട്. അത് വന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് കാര്യസിദ്ധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അത് നടന്നതായി അവര് വന്നിട്ട് പറഞ്ഞ് അതിന്റെ കാര്യങ്ങളും വഴിപാടുകളും ഇവിടെ വീണ്ടും അവര് വന്ന് ചെയ്യാറുണ്ട്. നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ചുനങ്ങാട് ഊട്ടുപുര ശിവക്ഷേത്രം. ഒരുപാട് ചരിത്രം ഐതിഹ്യമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇതിന്റെ ചരിത്രം ഐതിഹ്യമൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഇവിടെ അതിന്റെ ആളുകളുണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ്. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നമ്മുടെ ഈ അമ്പലങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ. അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത്, എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ ഇതിന്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ കാണിച്ചു തരാം. ഓക്കെ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ചുനങ്ങാട് അനങ്ങന്മലയുടെ അടിവാരത്ത് കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ അധീനതയിലുണ്ടായിരുന്ന അതിപുരാതന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചുനങ്ങാട് ഊട്ടുപുര ശിവക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനും വേട്ടേക്കരനുമാണ്. കാലങ്ങളായി പൂജയില്ലാതെ വിഗ്രഹങ്ങളും ശ്രീകോവിലും ജീർണിച്ചു കിടന്നിരുന്ന ഈ ക്ഷേത്രം ഒരു കൂട്ടം നിസ്വാർത്ഥരായ ഭക്തരുടെയും കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും പ്രവർത്തനം കൊണ്ട് ദേവപ്രശ്നപ്രകാരം ക്ഷേത്രം തന്ത്രി പനാവൂർ കുട്ടൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 2007 മഹാദേവന്റെ പുനഃപ്രതിഷ്ഠയും ശേഷം 2009 മെയ് 9 വേട്ടേക്കരൻ, ഉപദേവന്മാരായ ഗണപതി, അയ്യപ്പൻ, ഭഗവതി, നാഗങ്ങൾ എന്നിവയുടെ പ്രതിഷ്ഠയും നടത്തി. ക്ഷേത്ര കമ്മിറ്റിയും മാതൃസമിതിയും ക്ഷേത്രത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളിലും സമൂഹാരാധനയിലും പ്രദോഷപൂജയിലും സജീവമായി പ്രവർത്തിക്കുന്നു. മഹാശിവരാത്രിയും പ്രതിഷ്ഠാദിനവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളായി നടത്തിവരുന്നത്. ഊട്ടുപുര എന്ന പേരിനെ അനർത്ഥമാക്കും വിധം എല്ലാ പ്രധാന ദിവസങ്ങളിലും പ്രസാദ ഊട്ട് ഒരു പ്രധാന ചടങ്ങായി നടത്തിവരുന്നു. ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ സഫലമായ ചരിത്രമാണ് നിരവധി ഭക്തർക്കുള്ളത്. പണ്ടുകാലങ്ങളിൽ ഇവിടെ ബ്രാഹ്മണർ ഊട്ട് നടത്തി വന്നിരുന്നതുകൊണ്ടാണ് ഊട്ടുപുര എന്ന പേര് വന്നിട്ടുള്ളതെന്നാണ് ഐതിഹ്യം. പേര്? എന്റെ പേര് സാജൻ. ഞാൻ ഈ അമ്പലത്തിന്റെ കോർഡിനേറ്ററാണ്, കമ്മിറ്റിയിലെ കോർഡിനേറ്ററാണ്. ഇവരെല്ലാം ഭാരവാഹികളാണ്, പൂജാരിയുണ്ട്. ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം? ഇപ്പൊ ഞങ്ങള് ഒരു 2007 ഞങ്ങൾ അഷ്ടമംഗല്യ പ്രശ്നം വെച്ച ആ സമയത്ത് ഒരു ഏകദേശം 500 വർഷമാണ് അന്ന് അതില് പറഞ്ഞിട്ടുള്ളത്. ആമയൂര് വേണുഗോപാല പണിക്കരാണ് അതിൽ നമ്മുടെ അടുത്ത് അഷ്ടമംഗല്യത്തിന് വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 3 ഗുരുനാഥന്മാരുണ്ടായിരുന്നു. അവരുടെ ഇതിലാണ് പിന്നെ നമുക്ക് ആ സമയത്ത് ഈ ക്ഷേത്രം പൊളിഞ്ഞു കിടക്കാനുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങളൊക്കെ ഇവിടെ കുറച്ച് നാട്ടുകാരെല്ലാം ഒത്തുചേർന്ന് ഇതിന്റെ പുനഃപ്രതിഷ്ഠയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ ഞങ്ങള് ഇത് ചെയ്തു വരുന്നു. ഇപ്പൊ ഞങ്ങള് ഇവിടുത്തെ പൂജകളും കാര്യങ്ങളൊക്കെ ഇപ്പോ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങള് ഇപ്പോ ഒരു സപ്താഹം നടത്തി, അതും വളരെ വിജയമായിരുന്നു. അപ്പോ ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ രജിസ്ട്രേഷനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കോഴിക്കോട് സാമൂതിരിയുടെ കീഴിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഇതിനൊരു ചരിത്രം, ഒരു ഐതിഹ്യം, എല്ലാ ക്ഷേത്രത്തിനും അതിന്റെ ഒരു ഐതിഹ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊന്ന് ചുരുക്കത്തിലൊന്ന് പറയും. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്രാഹ്മണർക്ക് ഊട്ട് കൊടുത്തിരുന്ന ഒരു സ്ഥലമാണ്. അതാണ് ഈ ക്ഷേത്രത്തിന് ഊട്ടുപുര എന്നുള്ള ഒരു പേര് വരാനുള്ള കാരണം. അനേകം ബ്രാഹ്മണർക്ക് ഇവിടെ ഊട്ട് കൊടുത്തിരുന്നു. ഇതിന്റെ ആ സൈഡിൽ ഊട്ടുപുര ഉണ്ടായിരുന്നു. ഇത് അന്നദാന മണ്ഡപം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ചരിത്രം. നമുക്കും അത് വ്യക്തമായിട്ടുള്ള ഇത് കേട്ടിട്ടുള്ള, അതായത് അങ്ങനത്തെ ഒരു അറിവാണ് നമുക്കുള്ളത്. ഇപ്പൊ അതുപോലെ ഇവിടെ ഒരുപാട് ഓരോ ക്ഷേത്രങ്ങളും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും, വഴിപാടുകള്. അധികം ശിവക്ഷേത്രത്തിൽ അധികം ഈ ഉമാമഹേശ്വര പൂജ ആണ് അധികം ഉണ്ടാവുക. അതല്ലാതെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു വഴിപാട് എന്താ അവിടെ? വഴിപാട് മുൻകാലങ്ങളിൽ ഇവിടെ വേട്ടേക്കരൻ പാട്ടും അതുപോലെ ഉള്ള പൂജകളൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ വേട്ടേക്കരന്റെ ഇതിൽ സാധാരണ പൂജകളാണ് നടക്കുന്നത്. ശിവന് പ്രാധാന്യമുള്ള പോലെ തന്നെ ഇവിടെ വേട്ടേക്കരനും അത് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്.
തുല്യ രണ്ട് ശ്രീകോവിലായിട്ട് തന്നെ അതെ അതെ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് അല്ലേ? ആദ്യകാലങ്ങളിൽ ഇവിടെ 2 ശ്രീകോവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനുശേഷം ഞങ്ങൾ ഇപ്പൊ ഈ അഷ്ടമംഗലത്തിന് ശേഷമാണ് ഇവിടെ മഹാദേവന്റെ ശ്രീകോവിലും അതുപോലെ തന്നെ ഈ നമ്മുടെ വേട്ടേക്കാരന്റെ ശ്രീകോവിലും കഴിഞ്ഞിട്ട് ഉപദേവന്മാരുടെ പുനഃപ്രതിഷ്ഠ നടന്നു. അതില് ഗണപതി, അയ്യപ്പൻ, പിന്നെ അതേപോലെ ഭഗവതി, നാഗപ്രതിഷ്ഠ ഇതെല്ലാം നടന്നിട്ടുണ്ട്. ഇവിടെ ഉപദേവന്മാർ ആരൊക്കെ ഉള്ളത്? ഗണപതി ഉണ്ട്, പിന്നെ അയ്യപ്പൻ, അതേപോലെ ഭഗവതി, പിന്നെ നാഗങ്ങളുടെ പ്രതിഷ്ഠകളും നടത്തിയിട്ടുണ്ട്. നാഗങ്ങളുടെ ഇത് നമ്മൾ പാതിരാകുന്ന് മനയില് അവിടുന്ന് ശങ്കരൻ തിരുമേനിയാണ് വന്നിട്ട് പ്രതിഷ്ഠാ ദിനം ഞങ്ങള് മെയ് 9 ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ വർഷവും പ്രതിഷ്ഠാ ദിനത്തിന് പാതിരാകുന്ന് മനയിൽ നിന്ന് ശങ്കരൻ തിരുമേനി വരാറുണ്ട്. ഇവിടെ അതുപോലെ കുറെ ആളുകള് ഇപ്പൊ ഇന്ന കാര്യമാണ് നടന്നത് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ പ്രാർത്ഥിച്ചാൽ നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന കാര്യം നടന്നു പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? ഇവിടെ ഉദ്ദിഷ്ടകാര്യ പൂജ പറഞ്ഞിട്ട് നമ്മൾ കാര്യസിദ്ധി പൂജ ചെയ്യാറുണ്ട്. അത് വന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് കാര്യസിദ്ധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അത് നടന്നതായി അവര് വന്നിട്ട് പറഞ്ഞ് അതിന്റെ കാര്യങ്ങളും വഴിപാടുകളും ഇവിടെ വീണ്ടും അവര് വന്ന് ചെയ്യാറുണ്ട്. പേര്? എൻ്റെ പേര് മുരളി. ഞാൻ അമ്പലത്തിന്റെ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായിട്ട് ചേർന്നിട്ടുള്ളത്. നമ്മുടെ ഇപ്പൊ നേരത്തെ സാഹചര്യം പറഞ്ഞ പോലെ ഒരുപാട് പുരാതനമായിട്ടുള്ള അമ്പലമാണത്. പ്രതിഷ്ഠകള് വേട്ടേക്കാരനും ശിവനാണ് ഉള്ളത്. ഉപദേവന്മാരായിട്ടും ഗണപതി ഉണ്ട്, അയ്യപ്പനുണ്ട്, നാഗപ്രതിഷ്ഠ ഉണ്ട്, ഭഗവതിയുടെയും പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ പിന്നീട് നമ്മൾ ചേർത്തിട്ടുള്ളതാണ് ഈ ഉപദേവന്മാരെല്ലാം. അതേപോലെ മുൻകാലങ്ങളിൽ ഇവിടെ ഈ വേട്ടേക്കാരൻ അമ്പലത്തിൽ പന്തീരായിരം നാളികേരേറിയല് വേട്ടേക്കാരന്റെ പ്രധാന വഴിപാടായിട്ടുള്ള പന്തീരായിരം നാളികേരം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ. പിന്നെ ഇപ്പൊ അത് കുറെ കാലമായിട്ട് നമ്മളിപ്പോ ഇത് അമ്പലം ഇതായി കിടക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പൊ ഈ ഒരു 10-25 കൊല്ലമായിട്ടാണ് നമ്മളിപ്പോ ഇതൊന്ന് ഇങ്ങനെ നിത്യം പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഓരോരോ പരിപാടികളായിട്ട് ഇങ്ങനെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ പോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഒരു വർഷത്തിലുള്ള പൂജകൾ എന്ന് പറയുന്നത് വർഷത്തെ പ്രധാന പരിപാടികൾ ഒന്ന് ശിവരാത്രിയാണ്, പിന്നെ പ്രതിഷ്ഠാദിനാണ്, പിന്നെ കർക്കിടക മാസത്തിൽ നമുക്ക് രാമായണ പാരായണുണ്ട് എല്ലാ ദിവസങ്ങളിലും. അതേപോലെ തന്നെ മണ്ഡല മാസത്തില് പൂജകളുണ്ട്. പ്രത്യേക ചുറ്റുവിളക്ക് അങ്ങനത്തെ ആൾക്കാർ ചെയ്യിക്കുന്നതിന് നമ്മൾ അതെല്ലാം ചെയ്യുന്നുണ്ട് അവിടെ ഈ അമ്പലത്തിൽ. പിന്നെ അമ്പലക്കുളം പുനരുദ്ധരിക്കാനൊരു പ്ലാൻ ഉണ്ട് നമുക്ക് പുതിയ കമ്മിറ്റിയായി വന്നതിന് ശേഷം. അപ്പൊ അതിന് ഇത് കുളം നമുക്ക് ഒരുപാട് വലിയൊരു ഫണ്ട് ആവശ്യമുള്ളതായത് കാരണം നമ്മൾ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഫണ്ട് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തു വരാനുള്ള പ്ലാനാണ് ചെയ്യുന്നത്. നമസ്കാരം, പേരെന്താ? എന്റെ പേര് ഹരിദാസ്. ഞാൻ ഇവിടെ വന്നിട്ട് 4 മാസമായിട്ടേ ഉള്ളൂ. അടുത്ത് തന്നെയാണ് വീട്? അടുത്ത് തന്നെയാണ്, നെല്ലിക്കുറിശി വാഴക്കാവിന്റെ അവിടെ തന്നെയാണ്. കോർഡിനേറ്റർ സാജനും സെക്രട്ടറി മുരളിയും പറഞ്ഞ മാതിരി തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടുന്ന് നമുക്ക് ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു അനുഭവം എന്താ? നമുക്ക് വളരെ നല്ല അനുഭവമാണ്. കാരണം എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഇവിടുന്ന്. ഇതുമാതിരി ഇനിയും ഭംഗിയായി പോട്ടെ. ശക്തിയുള്ള ഭഗവാനാണ്, വിളിച്ചാൽ വിളിപ്പുറത്തുള്ളതാണ്. നമസ്കാരം, ഇവിടുത്തെ ശാന്തിയാണ് അല്ലേ? എന്താ പേര്? ശേഷാദ്രി. ഞാൻ ഇവിടെ വൈകുന്നേരമായിട്ട് പൂജയ്ക്കാണ്. ഒരു അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എന്താ നമ്മുടെ ഒരു അനുഭവം എന്താ? അത്രയും ഇവിടെ വന്നതിന് ശേഷം നല്ല ശക്തി മഹാദേവനാണ്. ഇവിടെ വീട് എവിടെ? വീട് കുറച്ച് അടുത്ത് തന്നെ.